ചെറിയാൻ ഫിലിപ്പ് ചൊറിയാൻ ഫിലിപ്പായി മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഈ ചൊറി ഒരു സുഖമുള്ള ഏർപ്പാടാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് മനസ്സിലാക്കിയിട്ടാകണം ഇങ്ങനെ ആരെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ബഷീർ സ്വന്തം പുറം ചൊറിയുന്ന കാര്യമാണ് പറഞ്ഞത്. ചെറിയാൻ ഫിലിപ്പ് ചൊറിയുന്നത് മറ്റുള്ള ആളുകളുടെ പുറമാണ്. കഴിഞ്ഞ ദിവസം ചൊറിഞ്ഞത് മമ്മൂട്ടിയെയാണ്. മമ്മൂട്ടി CPM ബാന്ധവം ഉപേക്ഷിക്കുന്നു എന്നാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ കമൻറ്റ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് ചില ഓൺലൈൻ മീഡിയകൾ പോയി അഭിമുഖമൊക്കെ എടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് മമ്മൂട്ടി CPMനൊപ്പം നിന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് കനത്ത നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ വലിയ അവാർഡുകൾ ഒന്നും ലഭിക്കുന്നില്ല. ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ട് കുറേ കാലമായി. ഇത്രയും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ട് മമ്മൂട്ടിക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന വിലയിരുത്തലിലാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് മമ്മൂട്ടി CPM ബാന്ധവം ഉപേക്ഷിക്കും, കൈരളി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനം ഉപേക്ഷിക്കുമെന്നൊക്കെ. കൈരളി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണമോ മറ്റോ ചിലപ്പോൾ ഒഴിഞ്ഞെന്നിരിക്കാം. അത് CPM ബാന്ധവുമായിട്ടോ അദ്ദേഹത്തിൻ്റെ നിലപാടുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽപരമായ മേഖലയാണ്. അദ്ദേഹമാണ് ആ ചാനലിനെ ലീഡ് ചെയ്യുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. ഇതുവരെ ആരും ആക്ഷേപമൊന്നും ഉന്നയിച്ച് കണ്ടിട്ടുമില്ല. മമ്മൂട്ടി മാറുന്ന കാര്യം അവിടെ കൈരളിയിൽ പോലും ആരും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സൂചനയും ആരും നൽകിയിട്ടുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വെളിപാടുകൾ ചെറിയാൻ ഫിലിപ്പിന് ലഭിക്കുന്നത്? അത് പരിശോധിച്ചാൽ മനസ്സിലാകും. ചെറിയാൻ ഫിലിപ്പ് അങ്ങുമില്ല ഇങ്ങുമില്ല എന്ന അവസ്ഥയിലാണ്. കുറേക്കാലം കോൺഗ്രസ് ആയിരുന്നു, കുറേക്കാലം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇപ്പം എവിടെയാണെന്ന് ചെറിയാൻ ഫിലിപ്പിന് പോലും അറിയില്ല. ഏത് പക്ഷത്താണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് എപ്പോഴും താൻ സജീവമാണ് എന്നറിയിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പുലമ്പിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഇന്നലെ മമ്മൂട്ടിയെ തൊട്ട് കളിച്ചത്. മമ്മൂട്ടിയെ തൊട്ട് കളിച്ചപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് വാർത്ത സ്പ്രെഡാകുമല്ലോ. സോഷ്യൽ മീഡിയ മുഴുവൻ ആ പോസ്റ്റ് വൈറലായി. ചെറിയാൻ ഫിലിപ്പിനെ ആളുകൾ പോയി കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നു. ചെറിയാൻ ഫിലിപ്പ് ലൈംലൈറ്റിൽ വരുന്നു. ഇതൊക്കെ തന്നെയാകണം അദ്ദേഹം ഉദ്ദേശിച്ചത്. മമ്മൂട്ടിക്കൊന്നും സംഭവിച്ചതുമില്ല. മമ്മൂട്ടി യാതൊന്നും പ്രതികരിച്ചതുമില്ല. മമ്മൂട്ടിയുടെ പേജിലൊന്നും ഇതിനെക്കുറിച്ച് ഒരു കമാന്നൊരു അക്ഷരം ആരും വേണ്ടിയിട്ടില്ല. എന്നാൽ മമ്മൂട്ടി ഫാൻസുകാരോട് ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെറിയാൻ ഫിലിപ്പ് വെറുതെ ചൊറിയുന്നതാണ്, അങ്ങനെ യാതൊരു സംഭവവും ഇല്ല, മമ്മൂട്ടിയെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് ഇതൊക്കെ പറയുന്നതെന്നാണ്. മമ്മൂട്ടിക്ക് അങ്ങനെ താരജാട് നമ്മൾ കാണുന്നുണ്ടല്ലോ. മമ്മൂട്ടിയുടെ വീഡിയോസ് കാണുന്നുണ്ട്, അദ്ദേഹം ആളുകളോട് ഇടപെടുന്നത് കാണുന്നുണ്ട്, സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കാണുന്നുണ്ട്. നാൾക്കുനാൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ഫാഷനും ഒക്കെ കാണുമ്പോൾ യുവാക്കൾ പോലും അതിശയപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കെ മമ്മൂട്ടിക്ക് ഇനിയും എന്തൊക്കെയോ കിട്ടണം എന്ന തരത്തിൽ ആ കിട്ടാനുള്ള അർഹത ഉണ്ട്. പക്ഷേ CPMനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടാത്തതെന്നാണ്. ചെറിയാൻ ഫിലിപ്പ് ഒരു കാര്യം ഓർക്കണം. മുമ്പ് കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ജൂറി അംഗം, അതായത് ദേശീയ അവാർഡ് നിർണയ ജൂറി അംഗം പറഞ്ഞൊരു വാക്ക്, മമ്മൂട്ടി ചിത്രങ്ങൾ അവാർഡുകൾക്ക് അയക്കുന്നില്ല. നാൻപകൽ നേരത്തെ മയക്കം പോലുള്ള ഒന്നാന്തരം ക്ലാസ് 1 സിനിമകൾ അവാർഡിന് അയച്ചിരുന്നുവെങ്കിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടും. മമ്മൂട്ടി ചിത്രങ്ങൾ അവാർഡിന് അയച്ചാൽ മാത്രമല്ലേ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോലും ചെയ്യുന്നില്ല. ഇതൊക്കെ പകൽ പോലെ സത്യമായിരുന്നിട്ടും മമ്മൂട്ടി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ദേശീയ അവാർഡ് കിട്ടാത്തതെന്നൊക്കെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വിട്ടാൽ അതെങ്ങനെ ശരിയാകും? മാത്രമല്ല മമ്മൂട്ടിക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ താരപരിവേഷം അദ്ദേഹത്തിനുണ്ട്, ഇഷ്ടംപോലെ ആരാധകരുണ്ട്. അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങാത്ത അത്രയും ആരാധക വൃന്ദം അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. പിന്നെ ചെറിയാൻ ഫിലിപ്പ് എന്തിനാണ് ഇത് പറയുന്നത്? മമ്മൂട്ടി ഏതെങ്കിലും തരത്തിൽ CPMൻ്റെ ബന്ധം ഉപേക്ഷിക്കുമെന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ പോലും മമ്മൂട്ടിയുടെ പ്രതികരണം കണ്ടായിരുന്നു. മമ്മൂട്ടി ഒരു നമസ്തയിൽ ഒതുക്കി. മമ്മൂട്ടിക്ക് താണ് വീണ് വണങ്ങുന്ന ശീലമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ പ്രശ്നമാണ്. നിലപാടാണത്. ആ നിലപാട് വിട്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇടത് ചാഞ്ഞാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ മനസ്സ് തന്നെ ഇടത്തേക്കാണ്. അത് CPM ബന്ധമല്ല, ഇടതാണ്. നമ്മുടെ നവോത്ഥാന നായകന്മാർ തുടങ്ങി വെച്ച പാതയാണത്, പുരോഗമന പാത. ആ പുരോഗമന പാത ചേർന്ന് മാത്രമേ, അല്ലെങ്കിൽ ആ പാതയിലൂടെയാണ് കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇക്കണ്ട വികസനങ്ങളും കേരളത്തിൽ ഇക്കണ്ട നന്മയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം പുരോഗമന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള നിലപാടെടുത്താൽ ആ നിലപാട് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ അവാർഡുകൾ നഷ്ടമാകുന്നത്, പ്രശസ്തി നഷ്ടമാകുന്നത് എന്നൊക്കെ ചെറിയാൻ ഫിലിപ്പ് ഊഹിച്ചു പറഞ്ഞാൽ എന്ത് വില കൊടുക്കും? അതിന് ആര് വില കൊടുക്കും? അതുകൊണ്ടാണ് അത്തരം കുറിപ്പുകളെയും അത്തരം അഭിപ്രായങ്ങളെയും മമ്മൂട്ടി ഫാൻസും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി തന്നെയും എടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളുന്നത്. ഏതായാലും ചെറിയാൻ ഫിലിപ്പ് ഈ അടുത്ത കാലത്തായി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവരുടെ പുറമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. മമ്മൂട്ടിയെ ചൊറിയാൻ പോയി അതിന് കണക്കിന് കിട്ടുകയും ചെയ്തു ഫാൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ. ഏതായാലും ഇതാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ അവസ്ഥ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.